ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരെത്തിയത് അവർക്കൊരു സ്വന്തം മനസ്സാലെ ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്ത് തീരുമാനം എടുക്കണം എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു വടംവലിയിലൊക്കെ പെട്ടതുപോലെ ഇനി അങ്ങോട്ടേക്ക് പോകണോ ഇങ്ങോട്ടേക്ക് പോകണോ, കുറച്ച് പേര് അങ്ങോട്ടേക്ക് വലിക്കുന്നു, കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രഷറിലായിരുന്നു അവർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പം നിങ്ങളൊരു ഭാഗത്ത്, ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പുറത്തും. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇങ്ങനെ അങ്ങോട്ടേക്കും രണ്ട് സ്ഥലത്തേക്ക് പോകണമെന്ന് ഈ വ്യക്തിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, രണ്ടിടത്തേക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്നും അറിയാതെ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണോ നമുക്കൊരു പ്രഷർ ഉള്ളത്, ആ ഒരു പ്രഷർ കൂടുതലായിട്ട് കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ആ ഒരു പ്രഷർ കൂടുതലുള്ള ഭാഗത്തായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു പോയിരിക്കുന്ന ഈ ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% ഈ ഒരു വ്യക്തി അവർക്കൊരു സ്വന്തം മനസ്സോടെ പോയതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ലീവ് ചെയ്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലും കോണ്ടാക്ട് ഇല്ലാത്ത, ഒരു ഒട്ടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവർക്ക് ഒരേ സമയം രണ്ടുപേരെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളെയും ആ ഒരു തേർഡ് പാർട്ടിയെയും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എപ്പോഴാണോ അവര് ഉള്ളത്, അപ്പോൾ മറ്റേ വശത്ത് നിൽക്കുന്ന ആളുമായിട്ട് കമ്മിറ്റ്മെന്റ്, അറ്റാച്ച്മെന്റ് എല്ലാം കുറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു വശത്ത് മാത്രമേ അവർക്ക് ആ ഒരു ഇന്റിമസി കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറന്റ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്നു നിൽക്കുന്നു, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൂടെ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു റീകൺസിലേഷൻ ആയിരിക്കും നിങ്ങളുമായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുക അല്ലെങ്കിൽ അത്രത്തോളം അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു റീകൺസിലേഷൻ വഴിയായിരിക്കാം അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനഃസ്ഥാപിച്ചത്. അതായത് തേർഡ് പാർട്ടിയോട് ഒട്ടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവർ പറയുന്നത് അത്രത്തോളം ചെവിക്കൊള്ളാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നിന്ന് അവർക്കൊരു റീകൺസിലേഷൻ നടന്നതുപോലെ ആയിരിക്കാം ഇവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റീയൂണിയനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണേക്കാളും ചിലപ്പോൾ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഹോൾഡൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആകാം, ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ആ ഒരു തരത്തിലുള്ള വ്യക്തിയാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ, എന്തെങ്കിലും ഒരു കഴിവുകളോ കാര്യങ്ങളോ ഒക്കെയുള്ള ഒരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൈഡുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ആ ഒരു വ്യക്തി ആകാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൈഡ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത് ഒരുപക്ഷെ ഇവരെക്കാളും ഫിനാൻഷ്യലി ഉയർന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഒരു പടി കൂടി മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കാനോ ഒക്കെ അധികാരമുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു പേഴ്സണേക്കാളും
ഒരു ഇച്ചിരി മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ആ ഒരു തരത്തിലുള്ള കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് വളരെ വിധേയത്വമായിട്ടാണ് നിന്നിട്ടുള്ളത്. അതായത് വളരെ അനുസരിച്ച് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് വിട്ടുകളയാറുണ്ട്. ആ പോട്ടെ, ഇവരല്ലേ പറഞ്ഞത്, സാരമില്ല എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും കണ്ണടച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു രീതിയിലാണ് ഈ തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അതായത് ചിലപ്പോൾ അവരൊരു പ്രഷറിലാണ് അങ്ങോട്ട് പോയതെങ്കിൽ പോലും ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരും അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും ചിലപ്പോൾ അത്രത്തോളം സ്നേഹം ഇവരോട് കാണിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടും ഉണ്ടാകാം. ഇനി ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ തമ്മിൽ ഒന്ന് അകന്ന് നിന്നിട്ട് ഒരു റീകൺസിലേഷൻ ആയ പോലെ ആയിരിക്കാം വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഭാഗത്താണ് നേരത്തെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ഈ ഒരു പേഴ്സന്റെ മുൻപിൽ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഒരു മാക്സിമം സഹകരിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ നമുക്ക് അവരുടെ ആ ഒരു പാസ്റ്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് കാലപ്പഴക്കം ഉണ്ടാകാം. ഒരുപാട് നാളുകളായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് തന്നെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കാൻ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അല്ലാതെ റീസെന്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ വന്നതോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചതോ ആയിരിക്കണമെന്നില്ല. കുറച്ചധികം നാളുകളായിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോട് ചായ്വായിട്ട് തന്നെ ഉള്ളതായിട്ട് നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയ ശേഷം അവരുമായിട്ട് മാക്സിമം ഒത്തുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണെങ്കിൽ ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, മാക്സിമം ഈ ഒരു പേഴ്സന്റെ നന്മ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്, അറ്റാച്ച്മെന്റ് കൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ആംഗിളിലാണ് നിന്നിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണെ അവർ ധരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് നിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സണെ അവർ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറന്റ്ലി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഈ ഒരു തേർഡ് പാർട്ടിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അത് മാത്രമല്ല, നേരത്തെ കൂടുതലും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സോപ്പിട്ട് നിർത്തുന്ന എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ എന്തും കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ രീതിയിലൊക്കെ ധരിപ്പിച്ച് കംപ്ലീറ്റ്ലി ചിലപ്പോൾ അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ക്യാരക്ടർ അവരെ കാണിക്കാതെ മറ്റൊരു രീതിയിൽ ഒരു മുഖംമൂടി അണിഞ്ഞു നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു മിസ്റ്ററി ഉണ്ട് അവരുടെ പിന്നിൽ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിട്ടല്ലാത്ത ഒരു പേഴ്സണെയാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ്ലി അവരുടെ ആ ഒരു ക്യാരക്ടറിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് നേരത്തെ ഇവർ ചിലപ്പോൾ ഇവരൊരു ബെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പാർട്ട് കാണിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവരുടെ ആ ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ കാണാത്ത ഒരു സൈഡ് പുറത്തു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കംപ്ലീറ്റ്ലി ഒരാളോട് വളരെ സ്നേഹം കാണിക്കുക, അങ്ങനെ ആ ഒരു രീതിയിൽ നിന്നിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം വ്യക്തികൾ അത് വിശ്വസിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം സത്യസന്ധമാണ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നവരുമാണ്. അപ്പോൾ കൂടുതലും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അവിടെ വളരെ കാര്യമായിട്ട് ഇത് ഇത് വളരെ ജെന്യുവൻ ആണ് എന്ന രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു റിയൽ ക്യാരക്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പെരുമാറ്റം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവാനായിട്ട് തുടങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് അവർ മനസ്സിലാക്കി വരുന്നു, അല്ലെങ്കിൽ പഠിച്ചു വരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത്. ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവനും ഇവരുടെ ഒരു
റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ആയിട്ടാണ് നമ്മളത് ഫസ്റ്റിലത്തെ കാർഡുകളിൽ നോക്കുമ്പോൾ അതാണ് നമുക്ക് കറന്റ് അല്ല ഒരു ഓവറോൾ എനർജിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു കമ്പാരിസൺ എന്നുള്ള ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയും കൂടി നിങ്ങളുടെ പേഴ്സൺ കമ്പയർ ചെയ്യുന്നത് തന്നെയാണ്. അതായത് അവരുടെ ഒരു റിയൽ കളറ് പുറത്തു വരാനായിട്ട് തുടങ്ങിയപ്പോൾ എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ എന്നുള്ളത് അവർക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ബ്ലൈൻഡ് ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി വിശ്വസിച്ചിരുന്ന ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവർക്ക് പുറത്തു വരാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവർ തമ്മിലുള്ള എനർജി ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ ലോ അങ്ങനെ പോകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഈക്വലി പോയിക്കൊണ്ടിരുന്നതായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഒരു ലോയിലേക്ക് പോകുന്നത് അവരുടെ എനർജി തേർഡ് പാർട്ടിയുടെ എനർജി ലോയിലേക്ക് പോകുന്നു അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പോലെ അത് കണ്ണടച്ച് പോട്ടെ എന്ന് പറയുന്ന ഒരു എനർജിയിലല്ല ഈ ഒരു പേഴ്സണുള്ളത്. ഇവരും തീർച്ചയായിട്ടും അത് പ്രതികരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിൽ തന്നെ എത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ കുറിച്ച് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു ബേർഡൻ എനർജി കാണാൻ, അതായത് അതൊരു ബാധ്യത ആയി തീർന്നിരിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള സഹകരണം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരോടുള്ള ആ ഒരു അകൽച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് തോന്നുന്ന ആ ഒരു വിരോധമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു റിയൽ കളർ പുറത്തു വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണെന്നുള്ളത് റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതായത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആട്ടിൻതോൽ അണിഞ്ഞു നിന്നിരുന്ന ഒരു സിംഹം വെളിയിലേക്ക് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അതായത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ട്രൂ കളർ അവർ ഇത്രയും നാൾ പതുങ്ങിയിരുന്നിട്ട് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട എന്താണോ എന്നുള്ളത് അവർ പുറമെ റിവീൽ ചെയ്യാതെ ഇരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്തു വരുന്നു. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആദ്യം ഈ ഒരു പേഴ്സണുമായിട്ട് മാക്സിമം സഹകരിച്ചു പോകാനും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ടിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരും അതിന് തക്കതായിട്ട് പ്രതികരിക്കാനും അവരുടേതായിട്ടുള്ള ആ ഒരു യഥാർത്ഥ പ്രതികരണ ശേഷിയിലേക്ക് മടങ്ങി എത്തുന്നു, ഈ പേഴ്സൺ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്കത് ആ ഒരു സിംഹത്തിന്റെ എനർജി നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് റോയിൽ വരുന്ന കാർഡുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, കൂടെ നിൽക്കുന്നവരെ ചീറ്റ് ചെയ്യാൻ മടിയില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സ്വയം ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതലും നമുക്കിങ്ങനെ നമ്മളെ പരിഹസിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയേണ്ടതിന് പകരമായിട്ട് കുത്തി സംസാരിക്കുക, ഉള്ളിൽ വെച്ച് സംസാരിക്കുക, ഇൻസൾട്ട് ചെയ്യുക, ആ ഒരു തരത്തിലുള്ള ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഏത് അവസ്ഥയിലായാലും കുഴപ്പമില്ല, എനിക്ക് ജയിച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥ, ആ ഒരു മുന്നേറാനായിട്ടുള്ള ശ്രമം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സ്വരച്ചേർച്ചയില്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ അവർക്ക് കംപ്ലീറ്റ്ലി ഒരു തേർഡ് പാർട്ടിക്ക് അഭിനയിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സ്വഭാവം പുറത്തു വരുന്നുണ്ട്, റിയൽ ഫേസ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കാം ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കോൺഫ്ലിക്ട്സുകളും ഇൻസൾട്ടുകളും ഒക്കെ നടത്തുന്നുണ്ട്, ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ മോശമായ രീതിയിലൊക്കെ ഈ ഒരു പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാകാം, നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാകാം. അപ്പോൾ ഈ ഒരു തരത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലെയല്ല, ഇവർക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു നേരത്തെ കാണിച്ച സ്നേഹവും താല്പര്യവും ഒക്കെ എവിടെ പോയെന്നുള്ളൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും ഒതുങ്ങിപ്പോയി എന്നുള്ള അവരുടെ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒക്കെ കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊരു പുതിയ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാകാം. ഇതൊക്കെ ആയിരിക്കാം കുറച്ചും കൂടി അവർ അവരുടെ ഒരു റിയൽ കളറിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് മനസ്സിലായി ഈ ഒരു തേർഡ് പാർട്ടി ഒരു ബേർഡൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേക്ക് കാണാം, ആ ഒരു വളരെയധികം മടുപ്പ്
പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ബേർഡൻ പോലെ തന്നെ വയ്യാതെയായി എന്ന് പറയില്ലേ, എല്ലാ തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് വയ്യാതെയായി എന്നുള്ളൊരു മാനസിക അവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ആദ്യമേ തന്നെ ആ ഒരു കമ്പാരിസൺ വന്നതുകൊണ്ട് നിങ്ങളെക്കുറിച്ചും അവർ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ലാസ്റ്റ് കാർഡുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കോംപ്രമൈസ് എനർജിയാണ് നമുക്ക് വരുന്നത്. കോംപ്രമൈസ് എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതൊന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി. ഒരു വിരോധമൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സണോട് വെറുപ്പും വിരോധവും തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൈവിട്ട് പോകാതിരിക്കാനായിരിക്കാം ആ ഒരു രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഈ ഒരു റിലേഷൻഷിപ്പുള്ള ചിലപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു ക്ഷമാപണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അതൊന്ന് കോംപ്രമൈസിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി നന്നായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി റെഡിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു യഥാർത്ഥ സ്വഭാവം പലപ്പോഴും പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഓരോന്ന് പിടിച്ചു നിൽക്കുന്ന ഒരു എനർജി, സോപ്പിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി റിവീൽ ആയിട്ടില്ല, പക്ഷെ പതിയെ ഈ ഒരു പേഴ്സണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുമുണ്ട്. ഇവർക്ക് പറയാനുള്ളതെല്ലാം ഇവർ പറയുന്നുമുണ്ട്. എന്നാൽ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു വിരോധം തോന്നി ഇനി ഇവർ പോകേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പുട്ടിയടിച്ച് നിർത്തുക എന്ന് പറയുന്ന പോലെ ചെയ്ത് ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു എനർജി നമുക്ക് കാണാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ആലോചിച്ച് ഒന്ന് സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം അവർ എല്ലാ രീതിയിലും ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആംഗിളിൽ നിന്നും ആലോചിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇവരുമായിട്ടുള്ള ആ ഒരു സ്പ്രെഡിലുള്ള എനർജിയിലാണ് നമുക്ക് ആ ഒരു ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തു എന്നുള്ള ഒരു ചിന്താഗതി, അതായത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ചില കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ് ഇവർക്ക് വേണ്ടി, പക്ഷെ ആ ഒരു സാക്രിഫൈസ് ഇവർ അർഹിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു സാക്രിഫൈസിന് അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഈ വ്യക്തിക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ മുകളിലേക്ക് ഒരു കറേജിൽ കയറി വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവരതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്കുമില്ല ഇങ്ങോട്ടേക്കും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു, എന്ത് വേണമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡുകളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു ബേർഡൻ ആയിട്ട് കാണുന്നുണ്ട്. ആകെ ഒരു നഷ്ടപ്പെട്ട മാനസിക അവസ്ഥ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് ഇറങ്ങി പോരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരുടെ മൈൻഡ് മാറിയിട്ടുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കാർഡുകളിലെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളോടുള്ള അവരുടെ ഒരു ഓവറോൾ എനർജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലാസ്റ്റ് കാർഡുകളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ ഇവരോടുള്ള സ്പ്രെഡിൽ നിന്ന് തന്നെ ആ ഒരു ഫസ്റ്റിലത്തെ കാർഡുകളിൽ നിന്നൊക്കെ കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ പോയിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ഓർത്തെടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇവർ വന്നത് ഒരു പ്രഷർ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊരു ഭാഗത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു മറുഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അവർക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിലേക്ക് പോയി പിന്നീട് അവരുമായിട്ട് മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെച്ചിട്ട് പോയ ഒരു വ്യക്തിയല്ല, ഒരു പ്രഷർ കൊണ്ട് പുറത്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അതൊരു ചീറ്റിംഗ് ആയിട്ട് തന്നെ വരും.
എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിലുള്ള പേഴ്സണെ കൺസിഡർ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചീറ്റിംഗ് ലെവൽ തന്നെയാണ്. പക്ഷെ ഓവറോൾ എനർജി ആയിട്ട് വന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വെറുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരായിട്ട് വേണ്ടാന്ന് വെച്ച് പോയതൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ഓർക്കാനായിട്ട് ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അവർക്ക് തീവ്രമായിട്ടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കാം വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ആ ഒരു എനർജീസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എത്രയും വേഗം വന്നു ചേരുക എന്നുള്ളതാണ്. കൂടുതൽ വീണ്ടും വിചാരങ്ങളൊന്നും ഇല്ലാത്തൊരു എനർജിയാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പേഴ്സണോടൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വന്നാലോ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജീസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു സ്ട്രോങ് എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ധൈര്യം ഇനിയും അവർക്ക് സംഭരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ധൈര്യത്തോടു കൂടി വന്നാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഒരു കാർഡ് ഒരിക്കലും ഒരു ആക്ഷൻ ഓറിയന്റഡ് കാർഡ് അല്ല. ആ ഒരു ആക്ഷൻ എടുക്കുന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഈ വ്യക്തി ചിന്തിക്കുന്നത് ഞാനിപ്പം ഒന്ന് എൻ്റെ ഒരു പൊസിഷൻ നിലനിർത്തട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്നൊരു സേഫ് സോണിലേക്ക് മാറട്ടെ എന്നുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ആ ഒരു തേർഡ് പാർട്ടിയെ ഇവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഇപ്പോൾ നിൽക്കുകയാണ്. അവർ കൂടുതൽ ആലോചിക്കുന്നുമുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അബദ്ധമായി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് അവരെത്തിയിട്ടില്ല. സോ അവർക്കൊരു ടൈം വേണം. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതിന് അവരുടേതായിട്ടുള്ള ഒരു കറേജ് വേണം. ഇതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു കറേജ് വേണം, ഒരു ധൈര്യം വേണം. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു തീക്ഷ്ണമായിട്ട് അവർ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് പോലും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാതായി പോയത്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകണം, അല്ലെങ്കിൽ അവിടെ നിന്നൊരു പാഠം പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെ ആണ് ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ അവർക്ക് റെസനേറ്റ് ആകും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് അധികം കാലങ്ങളായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു പഴക്കം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹിയറിംഗ് ഇഷ്യൂസ് ആണ്. നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നു. ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ ഇസഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 41 കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 3 നമുക്ക് കിട്ടുന്നു. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്പർ 2, ലെറ്റർ എ, കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻസ്, നല്ല ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള പേഴ്സണോ നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്ക് കിട്ടുന്നു. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. യോഗ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരോ ബേക്കിംഗ് ചെയ്യുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലെറ്റർ എക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 47. അതുപോലെ തന്നെ നേച്ചർ, പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. അതുപോലെ പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള വ്യക്തിയാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 1995 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്ന വർഷവും കിട്ടുന്നുണ്ട്. ഈഗോ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
അതുപോലെ റോസ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. റോസ് കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ. ലെറ്റർ പി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 1, നമ്പർ 23, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1998 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.